വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലത്തെ മുതലുള്ള വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും ഒരു 10-11 മണി വരെ മുതലുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ല, ശരിക്കും നാളെയാണ് കേട്ടോ ബർത്ത്ഡേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉഴുതുമറിക്കുന്ന കർഷക സ്ത്രീക്ക് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മയ്ക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഉമ്മ ഇങ്ങനെ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചെയ്ത്തായിരിക്കും കേട്ടോ. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. മൊത്തത്തിൽ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് പുറംപണി ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇതുപോലെ ചേനയും കാച്ചിലും ചേമ്പും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ കിളയ്ക്കാനും പറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. നല്ല വെയിലല്ലേ ഇപ്പോൾ, നല്ല ചൂടും. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഇക്കാൻ്റെ ബർത്ത്ഡേയുടെ കാര്യമാണല്ലോ. നാളെയാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം, നാളെ ആകുമ്പോൾ ബർത്ത്ഡേ ആണെന്നൊക്കെ ഓർത്താലോ. ഇതിനിടക്ക് ഞാനൊരു പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. അപ്പോൾ അത് ഞാനും ഉമ്മയും കൂടെ കഴിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലത്തുനിന്ന് വന്നിട്ട് ഇതുപോലെയൊക്കെ കഴിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഒരു പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനും ഉമ്മയും കൂടെ അങ്ങനെ കഴിച്ചു കേട്ടോ അത്. അപ്പോൾ വീണ്ടും പറഞ്ഞു വന്നിടത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പറയാം. അതിന് മുന്നേയായിട്ട് ഇന്നത്തെ ലഞ്ചിനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ്റെ തൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇക്ക രാത്രി ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ അതും ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ തണ്ണിമത്തൻ തൊണ്ട് ഇന്നലെ രാത്രി കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു മോരുകറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. തൊണ്ട് മാത്രം എടുത്തിട്ട് നമ്മൾ തണ്ണിമത്തൻ തൊണ്ട് കൊണ്ട് കുറേ റെസിപ്പീസൊക്കെ ചെയ്തിട്ട് മുന്നേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കി. അതുപോലെ കൂമ്പുണ്ടായിരുന്നു, വാഴക്കൂമ്പ്. അത് വെച്ചിട്ട് പരിപ്പും വാഴക്കൂമ്പും കൂടെ ചേർത്ത് നല്ലൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെന്ത് വന്ന തണ്ണിമത്തൻ തൊണ്ടിലേക്ക് ഇതുപോലെ നമ്മൾ മോരുകറിക്ക് അടിക്കുന്ന പോലെയുള്ള തേങ്ങയും മോരും കൂടെ, തേങ്ങയും തൈരും കൂടെ അടിച്ചൊഴിച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ടിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കുമ്പളങ്ങയും അതുപോലെ വെള്ളരിക്കൊക്കെ ഇട്ട് മോര് കാച്ചുന്ന പോലെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ കൂമ്പും പരിപ്പും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചാലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ഊണ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറും കറിയൊക്കെ ആയ സമയത്ത് തന്നെ ഞാൻ എടുത്ത് കഴിച്ചു. എനിക്ക് നല്ല ചൂടോടെ ചോറും കറിയൊക്കെ അപ്പം തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കറികളാണ് അയല മുളകരച്ചതും, അതുപോലെ നമ്മുടെ മോര് കറിയും, പിന്നെ കൂമ്പും. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം ഹാദുക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ മുകളിൽ കുറച്ച് തേങ്ങ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കിറ്റിലേക്കൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഒരു 3-4 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഇത് ആട്ടി എണ്ണയൊക്കെ എടുക്കാം. വർഷത്തിൽ ഒരിക്കലേ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയൊക്കെ തേങ്ങ ഇവിടെ ഉള്ളൂ. ആകെ കുറച്ച് സ്ഥലം ഉള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഏതോ ഒരു 1-2 മാസങ്ങളിൽ നമുക്ക് കുറച്ച് അധികം തേങ്ങ കിട്ടും. ആ പ്രാവശ്യത്തെ തേങ്ങ ഞങ്ങൾ ഉണക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് തേങ്ങ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊപ്രയായിട്ടും വെറുതെ കഴിക്കാനും. കരിക്കിൻ്റെ ആണെങ്കിൽ എനിക്ക് കരിക്കും വെള്ളം അത്രയ്ക്ക് താല്പര്യമില്ല, തേങ്ങ വെള്ളം അത്ര താല്പര്യമില്ല. പക്ഷേ അതിങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആലോചിക്കുന്നത് മുഴുവൻ ഇന്ന് രാത്രിത്തേക്ക് എന്താക്കാം, വെറൈറ്റി ആയിട്ട് എന്താക്കി വെക്കാം എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറച്ചിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അവസാനം വാപ്പിനെ കൊണ്ട് കുറച്ച് മീൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മീന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കാമെന്ന്. അപ്പോൾ ഏരി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ വാപ്പി വാങ്ങിക്കൊണ്ട് വന്നത്. വേറെ കേരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്രില്ല് പോലെ റെഡിയാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നന്നായിട്ട് ഇത് ഒന്നിച്ചങ്ങ് ഒറ്റയായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കഷ്ണിക്കൊന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് നമ്മുടെ ആ ഒരു വശത്തിന് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ വരയിടുവാണ്. പിന്നെ ഇന്നത്തെ ദിവസം രാവിലെയൊക്കെ ആണെങ്കിലും എനിക്ക് അത്രയ്ക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. വേറെ കുറേ പനി പോലെയും അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ. എനിക്കൊരു വയറുവേദന, കാലുവേദന, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊന്നും പ്രതീക്ഷിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ ഇങ്ങനെയും കൂടെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഗിഫ്റ്റൊക്കെ വെക്കുവാണെങ്കിൽ ഭയങ്കര രസമാണല്ലോ. ഞാൻ ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് അധികവും അങ്ങനെ ചെയ്യലുണ്ട്. എന്തെങ്കിലും ഇക്കാക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഒരു മസാലയില്ലേ,
നമ്മുടെ പെരിഞ്ചീരകം, കുരുമുളക്, ചെറുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് ഞാൻ ദാ ഇതിനകത്തേക്ക് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ മുകളിലേക്ക് പിന്നെ നമുക്ക് ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു എനിക്ക് ഇപ്പോൾ കയ്യിലിപ്പോൾ വലിയ നാരങ്ങയായതുകൊണ്ട് ഞാൻ പകുതിയെ ചേർത്തിട്ടുള്ളൂ. സാധാരണ നോർമൽ സൈസിലുള്ള നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ മുഴുവനായിട്ടും ചേർക്കാം കേട്ടോ, ഇത്രയും വലിയൊരു മീനിന് വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ചുവപ്പ് മസാല ചേർക്കാം. ഈ മസാലയിൽ തന്നെ മീൻ പൊരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ വാപ്പിക്കും ഉമ്മിക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു വെളുത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടം പോരട്ടോ. എന്തായാലും നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസിൻ്റെ പേര് കുസ്ക റൈസ്. അതായത് നമുക്ക് ചിക്കനും മീനും ബീഫും ഒന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുക. 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അസിസ്റ്റൻറ്റ് കം ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതിനുള്ള ക്രീമൊക്കെ എനിക്ക് ബീറ്റ് ചെയ്ത് തരുവാണ്. സവാള ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു റൈസിൻ്റെ കൂടെ ശരിക്കും പപ്പടം, അച്ചാറും നമ്മുടെ സാലഡ് മാത്രം മതി ഇട്ടാൽ കഴിക്കാൻ. ഇനിയിപ്പോൾ സൈഡിലൊരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 തക്കാളി നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി ആ ഒരു പച്ചക്കുത്തലുണ്ടല്ലോ തക്കാളീൻ്റെ അതൊന്ന് മാറണം കേട്ടോ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് അതെല്ലാം കുറേശ്ശെയായിട്ട് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചേർക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി തിളക്കാനാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. കുസ്ക റൈസ് ഉണ്ടാക്കാൻ വലിയ അരിയാണ് കേട്ടോ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് നമുക്കതാ ഒരു നാരങ്ങേൻ്റെ പകുതിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ആ തൊണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കങ്ങ് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവുന്ന സമയത്ത് ഈ തൊണ്ട് മേളിൽ തന്നെ ഉണ്ടാവും, അതങ്ങ് എടുത്ത് കളഞ്ഞേച്ചാൽ മതിയേ. നേരത്തെ പുരട്ടി വെച്ചിരുന്ന മസാല ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ഒരു ചുവപ്പ് മസാല ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഏരിമീൻ വാങ്ങിച്ച കൂട്ടത്തിൽ തന്നെ കുറച്ച് കേരയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ മിക്സിയിലേക്ക് തേങ്ങയും ചെറുള്ളി 2 കഷ്ണം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മണിപ്പുട്ടിൻ്റെ പാക്കറ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അടുത്തായിട്ട് കാണാൻ തുടങ്ങിയ സാധനമാണ്. നല്ല ഈസിയാണ് കേട്ടോ. ഇതുപോലെ നൂല് നമുക്ക് കിട്ടും. ഇത് നമുക്ക് തേങ്ങ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ കുറേ പേരൊക്കെ മണിപ്പുട്ട് കാണാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നൂൽപുട്ടല്ല, ഇത് മണിപ്പുട്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് വരുന്നതാണേ. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ ഇട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടോടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടെല്ലാം ഇങ്ങനെ സെറ്റാക്കി മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഞാനിതാ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇനി ഇതിൽ ക്രീമൊക്കെ തേച്ച് സെറ്റാക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ര നല്ല സുഖമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ വയ്യാണ്ടാണ് എല്ലാം ചെയ്യുന്നത്. എന്നാലും എനിക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ടൊരു മനസ്സ് വരുന്നുമില്ല. പിന്നെ ഇക്കടെ ബർത്ത്ഡേ പിറ്റേന്നാണ് കേട്ടോ. അന്ന് തലേന്ന് രാത്രിയാണ് ഞാൻ ഇതൊക്കെ സെറ്റാക്കുന്നത്. പിറ്റേ ദിവസം ഞങ്ങളെ 2 പേരെ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ കടയിൽ ചേച്ചിമാർ കേക്കൊക്കെ വാങ്ങി നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് നേരെയാണ് കേട്ടോ പിടിച്ചത്. പിന്നെ ഇന്നത്തെ കേക്ക് ബൂസ്റ്റ് കേക്കാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഫ്ലേവറും ഇല്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിന്. ഇനി നമ്മൾ ഓരോ ലെയറിലും ഇതുപോലെ ക്രീമും അതുപോലെ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഫില്ലാക്കി എടുത്തതും. അപ്പോൾ കേക്കൊക്കെ വീട്ടിലുണ്ടാക്കുന്നവർ ഇതുപോലെ ബൂസ്റ്റ് കേക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യട്ടോ, കിഡിലനാണ്. അങ്ങനെ കേക്ക് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച സമയത്ത് നമ്മുടെ കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങാത്തോണ്ട് ഇതുപോലെ അങ്ങെടുത്ത് മാറ്റാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ അല്പം നല്ല നെയ്യ് മുകളിൽ ഇട്ട് കൊടുക്കാവേ. ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ട് നല്ലോണം പ്രഷർ നിൽക്കുന്ന കുക്കറാണെങ്കിൽ ഒരു ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ പ്രഷറെല്ലാം എടുത്ത് വെച്ചിട്ട് തന്നെ വിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വലിയ അരിയൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീരെയും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം.
ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, അതുപോലെ നമ്മുടെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഒഴിച്ചു കൊടുക്കാം. വലിയ മീനൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ ഇതുപോലെ താളിച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എല്ലാം കൂടെ കലക്കി മീനും ഇട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കലാണ്. ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, പുളി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും മീനും കൂടെ ചേർത്ത് കൊടുക്കണം. കുടംപുളി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുത്തത്. പിന്നെ 2 പീസ് കുടംപുളി കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തത്, ആ മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു വലിയ മീനുണ്ടല്ലോ ഏരി, അതങ്ങ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഗ്രില്ല് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഞാനിപ്പോൾ ഈ ഒരു പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യാമെന്നാണ് കേട്ടോ. പക്ഷെ അതിൽ നമുക്ക് ഇത്രയും ഈ വലിയ മീൻ കൊള്ളുന്ന പാനില്ല. ഈ പാനാണെങ്കിലോ അടിയിൽ ചിലപ്പോൾ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു അല്പം എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കറി തിളച്ച് വന്ന് കറി വായ വെച്ചപ്പോഴത്തേക്കിന് എന്തോ ഒരു കുറവ്. പിന്നെയാണ് ഞാൻ ഓർത്തത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ തേങ്ങ അരച്ച കറിക്ക് തക്കാളി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇക്ക എവിടെത്തിന്ന് ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അപ്പോൾ ഇക്ക ഏകദേശം വരാനായിട്ടുണ്ട് എന്നൊക്കെ തോന്നിയപ്പോഴത്തേക്കിന് ഞാനിതാ ഇതുപോലെ മണിപ്പുട്ടും കൂടെ അങ്ങ് പുട്ട് പുഴുങ്ങിയെടുക്കുവാണ്. ഇത് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെയല്ല, ഒറോട്ടി ഉണ്ടാക്കുന്ന പോലെ കുഴച്ചിട്ടാണ് ഈ ഒരു തിരി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതാണ് നമ്മൾ ഇതുപോലെ തേങ്ങയിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ബീഫ് കറീൻ്റെ കൂടെ മീൻ കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് പുട്ടുണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും ആക്കി എടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിടാം. അങ്ങനെ ഏകദേശം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്, കുസ്ക റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ പൊരിച്ചതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും കൂടെ ഒന്ന് വറുത്തെടുത്ത് കറിവേപ്പില ഇട്ട് എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത മീനിൻ്റെ കൂടെ ഈ ഒരു തേങ്ങ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആദ്യം നമ്മൾ പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കൂലേ, മീൻ തേച്ച മസാല ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചെറിയുള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കും. എന്നിട്ട് ഈ മീനിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ ഇനി ഒരു വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. ഇത് ഞാൻ വിട്ടുപോയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മീനിൻ്റെ പുറത്തേക്ക് അതും കൂടെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് അലങ്കോല അവതാരപ്പണികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു പ്ലേറ്റിംഗ് അങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. നടുക്കൊരു കുപ്പിയും കൂടെ വെച്ച് കൊടുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കേക്കും കൊണ്ടുവന്ന് വെച്ചു, ഗിഫ്റ്റും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യലുകൾ. അതും ആണെങ്കിൽ ഇക്ക വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ വെളിയിൽ പോയിട്ട്. അങ്ങനെ ഇക്ക എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നാളെയല്ലേ? ഈ സമയത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടാവച്ച നിനക്ക്? അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കാൻ പോണത്. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണേ. കുസ്ക റൈസും ആ ഗ്രില്ലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി പിന്നെ സാലഡും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചേ. പിന്നെ ആ മീനിൻ്റെ പുറത്തിട്ടേക്കുന്ന മൊരിമൊരി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മണിപ്പുട്ടും നമ്മുടെ തേങ്ങാർച്ച കേരക്കറിയും കൂടെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. അതിനുശേഷം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഇക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഒരു സിമ്പിൾ ഡെക്കറേഷനായിട്ട് അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം കൂടെ ചെയ്തു വന്നപ്പോഴത്തേക്കിന് നല്ല തലവേദനയും ഒക്കെ ആയും പോയിട്ടോ. പിന്നെ ഒരു കണക്കിന് അങ്ങനെ പിന്നെ ഇക്കാനോടൊന്നും പറയാനും പറ്റൂല. കാരണം ഇക്ക നല്ല ചീത്ത വിളിക്കൂട്ടാ. ഈ സമയത്ത് ഇത് ചെയ്തതിന് തന്നെ അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. ആദ്യം കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇക്ക ഈ ഒരു ഇത് കണ്ടിട്ട് എന്തായാലും ഷർട്ടായിരിക്കും എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് എൻ്റെ മെയിനായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ ഒരു കസിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ്. ഇക്കൊരു ഗ്ലാസ്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ടൂറ് പോകുമ്പോഴത്തേക്കിനും ഗ്ലാസ് ഇല്ല എന്ന് പറയാറുണ്ട് കേട്ടോ, അതായത് കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ അത് റൈബാൻ്റെ ഒരു ഗ്ലാസ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്
അത് മേടിച്ചു. പക്ഷേ അത് വാങ്ങിയ ഗ്ലാസ് അത്ര ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ മാറുകയൊക്കെ ചെയ്തേ. പിന്നെ ഇക്ക ഷർട്ട് കണ്ടു, ഷർട്ട് ഇക്കാക്ക് ഇഷ്ടമായി. അപ്പോൾ അത് വാപ്പിയും ഉമ്മയും കൂടെ പോയി എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഷർട്ട്, അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനേ. പിന്നെ ഹാദുക്കുട്ടൻ ഒരു ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ 5 സ്റ്റാറും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എന്തായാലും ഇക്ക വിചാരിച്ചിട്ടുണ്ടാവുക സ്പ്രേ ആണെന്നാണ്. അത് ഗസ് എന്തോ അത് പറയട്ടെ സമാധാനമായി. സംഭവം കുറച്ച് വിലയൊക്കെ ആയതാണ്. പക്ഷേ ഈ ഗ്ലാസ് ഇക്കാക്ക് അത്ര ഇഷ്ടമായില്ല, മാറിയിട്ട് വേറെ ഗ്ലാസ് എടുക്കുവാണ് കേട്ടോ ചെയ്തത്. എന്തായാലും 7,000-8,000 ഒക്കെ കൊടുത്ത് വാങ്ങിയതാണ് ഈ ഒരു ഗ്ലാസ്. അപ്പോൾ എന്തായാലും വേറൊരെണ്ണം മാറിക്കാക്ക് ഇഷ്ടമുള്ളത് എടുക്കുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അച്ചടാ ക്യാമറ